റബ്ബിനോട് ഒരാൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് അവൻ റമദാനിൽ ബന്ധപ്പെടും. അള്ളാഹുവിനെ ഒരാൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ ഒരാൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, എന്നാൽ പരിശുദ്ധമായ റമദാൻ അതിനെ വരവേൽക്കാൻ അവൻ തയ്യാറാകും. കാരണം റമദാൻ എന്ന് പറയുന്നത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. നമ്മൾ പറയും പുണ്യങ്ങളുടെ പൂക്കാലമാണ് പരിശുദ്ധമായ റമദാൻ. റമദാൻ എൻ്റെ ഉമ്മത്തിനുള്ളതാണ്, എൻ്റെ സമുദായത്തിനുള്ളതാണ്. ഹബീബായ മുത്തുനബി പറഞ്ഞു, എന്താണ് ഈ ഉമ്മത്തിന് റമദാൻ കൊടുക്കാനുള്ള കാരണം അല്ലേ? എല്ലാ മനുഷ്യരും അല്ലാഹുവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പ്രത്യേകമായ ഘട്ടങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ എന്റെ സമുദായത്തിന് അല്ലാഹുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ അല്ലാഹു നൽകിയ മാസമാണ് പരിശുദ്ധമായ റമദാൻ. എന്റെ സമുദായത്തിന് അള്ളാഹുവിനെ തിരിച്ചറിയാൻ അള്ളാഹു നൽകിയ ഒരു പ്രത്യേക മാസമാണ് പരിശുദ്ധമായ റമദാൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം അവര് ദീർഘായുസ്സിനു വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ മൂസാ നബിയുടെ അടുത്ത് വന്നു. എന്നിട്ട് അവർ ദുആ ചെയ്യാൻ പറഞ്ഞു, അല്ലയോ പ്രവാചകനെ, ഞങ്ങൾ ആളുകളൊക്കെ 100-200 വയസ്സാകുമ്പോഴേക്ക് മരിച്ചു പോവുകയാണ്, അതുകൊണ്ട് ദീർഘായുസ്സിനൊന്ന് ദുആ ചെയ്തു. അപ്പൊ മൂസാ നബി അവരോട് പറഞ്ഞ്, നിങ്ങൾ ഏകദേശം സുമാർ എത്ര വർഷം വരെ ജീവിക്കുന്നവരുണ്ട്? അപ്പൊ മൂസാ നബിയുടെ സമൂഹം പറയാണ്, ഞങ്ങളെ കൂട്ടത്തിൽ 700 വയസ്സ് വരെ ജീവിച്ചവരുണ്ട്, അതേപോലെ 800 വയസ്സ് വരെ ആയ ആളുകളുണ്ട്. അപ്പൊ മൂസാ നബി അവരോട് പറഞ്ഞു, എന്റെ കാലശേഷം വരുന്നൊരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ സമൂഹത്തില് 70-ന്റെയും 60-ന്റെയും ഇടയിലുള്ള ആയുസാണ് അവർക്ക് അല്ലാഹു കണക്കാക്കിയിട്ടുള്ളത്. അവർക്ക് ആകെ 70 വയസ്സിന്റെ ഇടയിൽ, 70-ന്റെയും 60-ന്റെയും ഇടയിലാണ് അവർക്കുള്ള ആയുസ്. ഇത് കേട്ടപാടെ ആ സമൂഹം ചോദിച്ചു അത്രേ മൂസാ നബിയോട്, അല്ലയോ പ്രവാചകരെ, നിങ്ങൾ എന്താ കളിയാക്കുന്നത്? അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവോ? ദുന്യാവിൽ വന്നിട്ട് പ്രസവിച്ചിട്ട് ഉമ്മ പ്രസവിച്ച് അവർക്ക് ഈ ദുന്യാവിൽ ഒന്ന് ശ്വാസം വിടാനുള്ള നേരം ഈ 60 വയസ്സിന്റെ ഇടയിൽ ഉണ്ടാവുമോ എന്നവര് കളിയാക്കി. 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് ഈ ദുന്യാവിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ, അവരെ മക്കളൊത്തൊന്ന് രസിക്കാൻ, ഭാര്യയോടൊത്തൊന്ന് പോകാൻ, കുടുംബങ്ങളുമായിട്ടൊന്ന് സാമീപ്യപ്പെടാൻ അവർക്ക് സമയമുണ്ടാവുമോ? ചോദിച്ചു മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബിയെ പറഞ്ഞ സമയത്ത് ഈ സംഭവം റസൂലുള്ളാഹിയോട് സ്വഹാബത്തിനോട് പറയുന്ന സമയം സ്വഹാബത്ത് ചോദിച്ചു, എത്ര നബിയേ, അവരെത്ര ഭാഗ്യവാന്മാരാ, 700 കൊല്ലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവർ എത്ര ഭാഗ്യവാന്മാരാണ്. ആ 700 കൊല്ലത്തിൽ അവർ അല്ലാഹുവിനോട് ബന്ധം സ്ഥാപിച്ചാൽ, അല്ലാഹുവിനോട് ആരാധന ചെയ്താൽ അവരുടെ ആരാധനയുടെ അടുത്തേക്ക് നമുക്കെത്താൻ കഴിയുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, അവർ 700 കൊല്ലം ആരാധനയിലായാലും 1700 കൊല്ലം ജീവിച്ചാലും അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രമാണ് അവർ ജീവിച്ചതെങ്കിലോ എന്റെ സമുദായം 60 വയസ്സ് വരെ ജീവിച്ച അവിടുത്തെ ഒരു നബിയായ മനുഷ്യന്റെ അവിടുത്തേക്ക് എത്തിയെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? മുത്തുനബി പറയാണ്, പരിശുദ്ധമായ റമദാനിനെ കണ്ടുമുട്ടിയവരാണ് എന്റെ ഉമ്മത്ത്. റമദാനിനെ കണ്ടുമുട്ടിയവരാണെങ്കിൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്നവരാണ്. റമദാനിന്റെ വിശേഷിക്കപ്പെടുന്ന ദിനരാത്രികൾ
രാത്രികളിൽ ആരാധന ചെയ്തവരാണെങ്കിൽ ഒരു ദിവസം പോലും അവരെ ആരാധനയെ അല്ലാഹു മാറ്റുകയില്ല. എല്ലാ ആരാധനയും അല്ലാഹു കണ്ടുമുട്ടുന്നു. ليلك نهارا صيامك بعدا وكل مماتك إلى الناس هيا. എത്രയോ ആളുകൾ സുഖനിദ്രയായി കിടന്നുറങ്ങുന്ന സമയം ആരാധനയിൽ കഴിഞ്ഞുകൂടിയ രാത്രികൾ മുഴുവനും കരഞ്ഞു വരുത്ത എന്റെ അടിമകളാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അധികം നാളെ ആഖിറത്തിൽ ഉയർന്നു നിൽക്കുന്നത് മുത്ത് റസൂലിന്റെ ഉമ്മത്താണ്. 1700 കൊല്ലം അല്ലാഹുവിന്റെ മാർഗത്തിൽ മാത്രം യുദ്ധം ചെയ്ത ഒരു സ്വഹാബി, മൂസാ നബിയുടെ കാലത്തിലുള്ള ഒരാൾ, ആ ആളെക്കുറിച്ച് പറയാണ് 1700 കൊല്ലം അദ്ദേഹം അള്ളാന്റെ മാർഗത്തിൽ തന്നെയാണ് അയാളുടെ സമരം. പക്ഷെ ആ മനുഷ്യരെക്കാളും ആ ഒരു മുഅ്മിനായ സഹോദരനേക്കാളും ശ്രേഷ്ഠതയേറിയത് എൻ്റെ സമുദായമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പക്ഷെ എന്ത് വേണം? ലൈലത്തുൽ ഖദ്റിനെ കണ്ടുമുട്ടണം. നബി തങ്ങളുടെ അടുത്തേക്ക് യമനിൽ നിന്ന് 2 ആളുകൾ വരികയാണ്. 2 ആളും ഒരുമിച്ച് നബിയോട് വിശ്വസിച്ചു. അല്ലാഹുവിന്റെ റസൂലിനോട്, നബിയേ, ഞങ്ങൾ യമനിൽ നിന്ന് വരികയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. 2 പേരും ഇസ്ലാം സ്വീകരിക്കുകയാണ്. 1 വർഷം കഴിഞ്ഞു. ഒരാള് യുദ്ധത്തിന് പോയപ്പോൾ യുദ്ധത്തിൽ വെച്ച് ഷഹീദായി. മറ്റേയാള് പിറ്റത്തെ വർഷമാണ് മരണപ്പെടുന്നത്. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്ത് പറയാണ്, യാ റസൂലല്ലാഹ്, നബിയെ, അങ്ങയുടെ അടുത്ത് വന്ന ആ 2 ആളുകളെയും ഞാൻ സ്വപ്നം കണ്ടു. ആദ്യം മരിച്ചത് യുദ്ധത്തിൽ ഷഹീദായി മരിച്ച ആളല്ലേ, ആ ആളെ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ടില്ല. രണ്ടാമത് മരിച്ച ആള് സ്വർഗത്തിലെത്തിയതിന് ശേഷമാണ് ആദ്യം യുദ്ധത്തിൽ ഷഹീദായ ആ യോദ്ധാവാകുന്ന ആ ശുഹദാ എത്തിയത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾക്ക് റമളാൻ അധികം കിട്ടി. ഒരാൾ മരിച്ചതിന് ശേഷം പിറ്റത്തെ റമളാൻ അദ്ദേഹത്തിന് കണ്ടുമുട്ടാനും ആ റമളാനിൽ ആരാധന ചെയ്യാനും നോമ്പെടുക്കാനും നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാനും ഒരവസരം കൂടി അല്ലാഹു കൊടുത്തപ്പോ ശുഹദായിനേക്കാൾ സ്ഥാനം ആർക്ക് കിട്ടി? ഒരു റമളാൻ അധികം കിട്ടിയ ആൾക്ക് കിട്ടി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ റമളാനിൽ നമ്മോടൊപ്പമുള്ള ആളുകൾ ഇപ്പൊ എത്ര ആളുകൾ ഈ പള്ളിക്കാട്ടിലുണ്ട്? നമ്മോട് ബന്ധപ്പെട്ട, നമ്മോടൊപ്പം നടന്നവർ, തറാവീഹ് നിസ്കരിച്ചവർ, നമുക്ക് മുമ്പേ യാത്രയായി. മരണത്തെ കൊണ്ടുപോയി മൂടപ്പെട്ട് മയ്യത്തായി കൊണ്ടുപോകുന്ന ഖബർ നമ്മോട് പറയാണ്, ഇനി എത്ര ആളങ്ങോട്ട് വരാനുള്ളത്? ആർക്കാണ് ശിക്ഷിക്കുന്നത്? ആരാണ് ദുനിയാവിൽ ബാക്കിയാകുന്നത്? നിങ്ങളെ ഒക്കെ ഞാൻ കൊണ്ടുപോകാൻ കാത്തിരിക്കുകയാണെന്ന് ഖബർ പറയുമത്രേ. സർവ കുടുംബങ്ങളും അയൽവാസികളും ബന്ധുമിത്രാദികളും സഹോദരങ്ങളും സർവരും മരണത്തിന്റെ രുചിയെ കണ്ടുമുട്ടിയവരായി, മരണത്തിന്റെ ആസ്വദിച്ചവരായി. കുടുംബക്കാർ പോയി, അയൽവാസികൾ പോയി, ഭാര്യ പോയി, ഭർത്താവ് പോയി, സഹോദരങ്ങൾ പോയി, മക്കൾ പോയി, കുടുംബങ്ങൾ പോയി, സർവ കാര്യങ്ങളെയും ഖബർ കൊണ്ടുപോയി, മരണം കൊണ്ടുപോയി. ഇനി എപ്പോഴാണ് ഞാൻ എന്റെ മരണത്തെ കണ്ടുമുട്ടുക എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സൽക്രമങ്ങളിലേക്കടുത്ത് പരിശുദ്ധമായ റമളാനിനെ വരവേറ്റ്
വാഗ്ദാനം ചെയ്തിട്ടല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ. പരിശുദ്ധമായ റമളാൻ അത് കണ്ടുമുട്ടുന്നത് തന്നെ ഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാനിന്റെ 29-ന് ദീർഘമായ ഒരു പ്രഭാഷണം ഞങ്ങളോട് നടത്തി. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ബുഖാരിയിൽ നീണ്ടമായ ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി 29-ന്റെ അന്ന് ശഅബാൻ 29-ന്റെ അന്ന് ദീർഘമായ പ്രഭാഷണം ഞങ്ങൾക്ക് നടത്തി. ഇന്ന ശർറുക്കും ഖുലൂബു ശർറുൻ, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന റമദാൻ മാസമുണ്ടല്ലോ അത് വണ്ണമായൊരു മാസമാണ്. നബി തങ്ങൾ ദീർഘമായ ഉപദേശം കൊടുക്കുക. മാദുംതു യൗമൻ അഖാമാക റസൂൽ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തങ്ങൾ ദീർഘനേരം നിന്നിട്ട് പ്രസംഗിക്കുന്നത് ഞങ്ങളാരും മുമ്പൊന്നും കേട്ടിട്ടില്ല. റമദാനിന്റെ മുമ്പ് പ്രസംഗിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂല് മറ്റു ദിവസങ്ങളിലൊന്നും അത്ര ദീർഘമായിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗം കണ്ടിട്ടില്ല. കാരണം എന്താ, ഈ റമദാൻ അത്ര ശ്രേഷ്ഠതയാണ്. ഇനിയൊരു 2-4 വാചകങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ 4 വാചകങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ പരിശുദ്ധമായ റമദാനെ കണ്ടുമുട്ടിയത് എത്ര സൗഭാഗ്യമായിരുന്നു. ആ റമദാനിന്റെ പകല് നോമ്പെടുത്തത്, രാത്രി നിസ്കരിച്ചത്, സ്വതക്ക നൽകിയത്, ഖുർആൻ പാരായണം ചെയ്തത് എത്ര സൗഭാഗ്യമായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. 4 കാര്യങ്ങളാണ് മുത്തനബി തങ്ങൾ ദീർഘമായി പറഞ്ഞു കൊടുത്തത്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, 2 കാര്യങ്ങൾ ഹസ്സുലത്താനി, അള്ളാഹു ഈ പരിശുദ്ധമായ മാസത്തിൽ 2 കാര്യങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന 2 കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്നാമതായി പറഞ്ഞത് അൽ കലിമത്തു ത്വയ്യിബ. ഈ പരിശുദ്ധമായ മാസത്തെ അള്ളാഹു നിയോഗിച്ചത് തന്നെ കലിമത്തു ത്വയ്യിബ, സബതൽ ദീനില്ല, പരിശുദ്ധമായ ഇസ്ലാമിനെ സ്ഥിരപ്പെടുത്താനും അൽ കലിമത്തു ത്വയ്യിബ, നല്ല ഒരു കലിമ സംസാരിക്കാനാണ്. ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാം തന്നെ അവർ ജീവിച്ച് മൺമറഞ്ഞു പോയത് സബതൽ ദീനില്ല, അള്ളാഹിന്റെ ദീനിനെ സ്ഥിരപ്പെടുത്താനാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ വായിലൂടെ സംസാരിക്കുന്ന സംസാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽ കലിമത്തു ത്വയ്യിബ, ഏറ്റവും നല്ല സംസാരം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞു, റമദാൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള മാസമാണ്. കുല്ലു ആദമിൻ, എല്ലാ മനുഷ്യരും ഖൽഖല്ലാഹ്, അള്ളാഹിന്റെ സൃഷ്ടികളാണ്. പക്ഷേ യഖ്തലിഫൂന ബൈനകും, പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേരിയായിട്ടുണ്ട്. എന്നാൽ വകുല്ലു മുലാഖത്തുൻ, എല്ലാവരും കണ്ടുമുട്ടും ഫീ വജ്ഇല്ലാഹ്, അല്ലാഹുവിന്റെ തീരുമാനത്തിന് എല്ലാവരും കണ്ടുമുട്ടാൻ ഒരു അവസരം വന്നു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയമാണ്, മറ്റൊന്ന് നോമ്പ് തുറക്കുന്ന സമയമാണ്, മറ്റൊന്ന് ലിഖാഉല്ലാഹ്, റബ്ബിനെ കാണുന്ന സന്തോഷം. ലോകത്ത് ഒരു വിശ്വാസി അറിഞ്ഞ് സന്തോഷിക്കുന്ന 2 അവസരങ്ങളാണ്. ഒന്ന് അജറുൽ അസ്വദ് ചുംബിച്ചു എന്ന് ഒരു വിശ്വാസിക്ക് കിട്ടിയ സൗഭാഗ്യത്തിൽ അവൻ വല്ലാതെ സന്തോഷിക്കും. രണ്ടാമത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നോമ്പ് തുറക്കുന്ന സമയം, അതൊരു സന്തോഷമാണ്. അവിടെയാണ് അള്ളാഹു കൊണ്ടുപോയി വെക്കുകയാണ് ലിഖാഉല്ലാഹ്, ഒരു അടിമയുടെ സന്തോഷം, ഒരു നോമ്പുകാരന്റെ സന്തോഷം നോമ്പ് തുറയാണ്. ലിഖാഉല്ലാഹ്, റബ്ബിനെ കണ്ടുമുട്ടുന്ന സന്തോഷമാണ്. എങ്ങനെയാണ് ഈ റബ്ബിനെ കണ്ടുമുട്ടുന്നത്? ഹബീബായ മുത്തനബി തങ്ങൾ പറയാം, അൽ കലിമത്തു ത്വയ്യിബ, നല്ല സംസാരം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഹസ്ലാണ്. ഒരു മനുഷ്യൻ കരസ്ഥമാക്കേണ്ട, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റേണ്ട ഹസ്ലാണ്. പരിശുദ്ധമായ റമദാനിൽ അധികരിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഷഹാദത്തിൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അവനെ സൃഷ്ടിച്ച തമ്പുരാൻ അവൻ അറിയുകയാണ്. രണ്ടാമത്തത്, ആ ഷഹാദത്ത് അവൻ സാക്ഷിയായാലേ മുസ്ലിം ആകൂ, സബത്തലിൽ ദീനില്ല, ദീനിൽ അവൻ സ്ഥിരമാകുള്ളൂ. ഇത് രണ്ടും പരിശുദ്ധമായ റമദാനിൽ സ്ഥിരപ്പെടുത്തി മതിയാവും. ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ, അള്ളാഹുവിനെ തിരിച്ചറിയുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ സത്യത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പോയവനായി. അതുകൊണ്ടല്ലേ ഈ ഷഹാദത്തിന്റെ വിഷയം അള്ളാഹുവിന്റെ റസൂൽ പറയുമ്പോൾ ഹൃദയം പൊട്ടി ഒരു സ്വഹാബി മരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഷഹാദത്തിനെ കുറിച്ച് അല്ലാഹ് എന്നൊരു ഇസ്മ അവിടുന്ന് പറയുമ്പോഴേക്കൊരു സ്വഹാബി അതിന്റെ അർത്ഥത്തിൽ ചിന്തിച്ചു പോയി, അതിൻ്റെ ആയത്തിലേക്ക് പോയി, പടച്ചവന്റെ ഓരോ നിഅമത്തും ആലോചിച്ചു പോയി, അള്ളാഹുവിന്റെ കാരുണ്യത്തെ ചിന്തിച്ചു പോയി, സൃഷ്ടാവ് നൽകുന്ന ഓരോ അനുഗ്രഹത്തെ കുറിച്ച് ആലോചിച്ചു പോയി. ആ സ്വഹാബിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. ആ സ്വഹാബി മരിച്ചുപോയി. അള്ളാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? തീർച്ചയായിട്ടും ആ സ്വഹാബിയുടെ ഹൃദയത്തിൽ അല്ലാഹുണ്ട്. അള്ളാഹനെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസിൽ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നബിയേ, എവിടെയാണ് അള്ളാഹുള്ളത്, എവിടെയാണ് പടച്ചവനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഖൽബി മുഅ്മിൻ ഹുവല്ലാഹ്, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം തന്നെയാണ് അള്ളാഹ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം. ഒരു അള്ളാഹുമായിട്ട് ഈ റമദാൻ വന്നു പോകുന്നു, കുറേ നോമ്പ് നടക്കുന്നു, കുറേ സ്വതക്ക നടക്കുന്നു, തറാവി കഴിയുന്നു, പിരിച്ചുവിടുന്നു. ഇതിനേക്കാൾ കൂടുതൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളൊക്കെ ജീവിതത്തിൽ ആ റമദാനിന്റെ ശ്രേഷ്ഠതയെ, അതിന്റെ ബഹുമതിയെ നമ്മൾ മനസ്സിലാക്കിയേ മതിയാകൂ. അത് അള്ളാഹു നമുക്ക് നൽകിയ സൗഭാഗ്യമാണ്. അള്ളാഹുവിനെ തിരിച്ചറിയാൻ ഓരോന്നിനും അള്ളാഹുവാണ് നോട്ടമിടുന്നത്. നോമ്പുകാരന് കൂലി നൽകുന്നത് അള്ളയാണ്, നോമ്പുകാരന്റെ കൂടെയാണ് അല്ലാഹു ഉള്ളത്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റമദാനിന്റെ രാത്രിയിൽ ഖുർആൻ ഓതി കരയുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതി കരഞ്ഞ് ഖതം തീർത്തു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്ത സംഭവത്തെ ഇമാം ഷാഫിഈ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ആ ദുആ അറിയോ? അല്ലാഹ് ഒരു ഉമ്മത്തിന് നൽകാത്ത സൗഭാഗ്യമായി പരിശുദ്ധമായ റമദാൻ നൽകിയ അല്ലാഹ്, ഈ രാത്രിയിലെങ്കിലും ഈ ഖുർആനിലൂടെ നിന്നെ കാണാൻ ഈ ഉമ്മത്തിന് ഭാഗ്യം നൽകുമോ? അപ്പോഴാണ് റമദാനിന്റെ പകലിൽ ഒരാൾ നിലവിളിച്ച് കരയുന്നത്. അതാരാന്നറിയോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പട്ടിണി കിടന്ന് വിശന്നു പൊട്ടിയിട്ട് തലേ ദിവസം അത്താഴം കഴിക്കുമ്പോൾ ഒരു കാരക്കയാണ് മഹാനുകൾ കഴിച്ചിട്ടുള്ളത്. ശക്തമായ ചൂടുള്ള സമയം, നല്ലൊരു ഉഷ്ണമായ റമദാനായിരുന്നു എന്ന് മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ തന്നെ പറയുന്നുണ്ട്. മസ്ജിദ് പള്ളിയിലേക്ക് വരുന്ന സമയം ഉസ്മാൻ ബിൻ അഫ്ഫാൻ കരയുകയാണ്. എന്താലോചിച്ചിട്ട്, അല്ലാഹ് ഈ പട്ടിണി കിടക്കുന്നത് കാരണം കൊണ്ട് നിന്റെ കത്തി കളിക്കപ്പെടുന്ന നരകത്തിന്റെ വേദനയാണ്. അല്ലാഹുവേ, ഈ പകലിൽ നരകത്തിൽ നിന്ന് എന്നെ മോചനം നൽകണമല്ല എന്ന് ദുആ ചെയ്യുകയാണ് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അത് സ്വഹാബാക്കളുടെ ജീവിത, മഹാത്മാക്കളുടെ നോമ്പ. കഴിഞ്ഞില്ല. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റമദാൻ വരുന്നതിന്റെ മുമ്പ് മദീനയിലെ അവിടുന്ന് ഖലീഫയായിരിക്കുന്ന സമയം മദീനക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, യാ മഅ്ശറൽ മദീന, ഓ മദീനക്കാരെ, മദീനയിലെ ആളുകളെ, വജാഅകും ബിശഹ്രി റമദാൻ, പരിശുദ്ധമായ റമദാൻ വന്നിരിക്കുന്നു. എല്ലാവരും റബ്ബിന്റെ കാരുണ്യത്തിന്റെ നോട്ടത്തെ ആഗ്രഹിച്ചോളൂ. അള്ളാന്റെ നോട്ടത്തെ എല്ലാവരും ചിന്തിച്ചോളൂ, ആലോചിച്ചോളൂ. മഹാനായ സ്വഹാബി വര്യൻ രേഖപ്പെടുത്തുകയാണ്,
ഞങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പലപ്പോഴും പറയുന്ന ആ വാക്ക് കേട്ട് ഓടിയെത്താറുണ്ട് മദീനയിൽ. റസൂലുള്ളാഹി ഞങ്ങളോട് റമദാൻ എത്തുന്നതിന് മുമ്പ് ഉപദേശിക്കാറുള്ള പോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയും, ഹസ്ലതാനി അൽ കലിമത്തു ത്വയ്യിബ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരപ്പെടുത്തണേ സഹാബ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിക്കണേ, രണ്ട് കാര്യങ്ങളിലാകണം നിങ്ങളുടെ ജീവിതം. രണ്ടു കാര്യങ്ങൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ അധികരിപ്പിക്കണേ. ഒന്ന്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്ന ഒരു ദൃഢവിശ്വാസം, അത് ഈ മാസത്തിൽ അധികരിപ്പിച്ചേ മതിയാകും. ആ ഷഹാദത്ത് കലിമയിലാണ് ബിലാൽ ഇബ്നു റബാഹിനെ അല്ലാഹു അംഗീകരിച്ചത്. സിംഹത്തുൽ മുൻപേ കഴിഞ്ഞ് ആരുമില്ല, ജിബ്രീൽ പോലും ഒഴിവാക്കിയ സമയത്ത് ചെരിപ്പിട്ടുകൊണ്ട് ഒരാൾ നടന്നു വരിക. തിരിഞ്ഞു നോക്കുമ്പോ സയ്യിദുനാ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, ബിലാലേ, നിങ്ങളെ ഞാൻ ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് കണ്ടു. ബിലാൽ റളിയല്ലാഹു അൻഹു സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ ബേക്കിൽ നടക്കാനുള്ള സ്ഥലം കിട്ടാനുള്ള കാരണം എന്തെന്നറിയോ? ആ ബിലാൽ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹം എത്രയാണ്. എന്താ ബിലാലിന് കൊടുക്കാനുള്ള കാരണം? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമയ്യത്ത് പറയുന്ന ധിക്കാരിയായ ആ മുതലാളിയുടെ അടിമയാകുന്ന ബിലാലിനെ ഉപദ്രവിച്ചപ്പോ, ബിലാലിനെ ദ്രോഹിച്ചപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അഹദ്, ഇത് വല്ലാത്ത വിശ്വാസമായി മാറി. ആ വിശ്വാസം നെഞ്ചിലേറ്റി അല്ലാഹു കൊടുത്ത സ്ഥാനം എത്രയാണ്. എന്നാലും കയറാത്ത കഅബയുടെ മുകളിൽ കയറി വന്നുകൊടുത്ത ഒരേ ഒരു മഹാൻ ബിലാൽ ഇബ്നു റബാഹാണ്. കഴിഞ്ഞ ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പിന്നീട് ചോദിക്കുന്നുണ്ട് സ്വഹാബ, സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞ് നബി കാണാൻ മാത്രം ബിലാലേ, നിങ്ങൾ എന്ത് അമലാ ചെയ്യുന്നത്? ആ സമയത്ത് പറയുകയാണ്, നിത്യമായി ഞാൻ ഓരോ ചെയ്യാറുണ്ട്. വഖാമത്തുൻ നാസ് കുല്ലുന്നാസ് നിയാമുൻ വഖാമത്ത് സല്ലാ റകഅതൈനി. എല്ലാ ജനങ്ങളും ഉറങ്ങിക്കിടക്കുമ്പോ എണീറ്റിട്ട് ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. ഇതെന്റെ ജീവിതത്തിലെ പതിവാ. പരിശുദ്ധമായ റമദാൻ എത്തിക്കഴിഞ്ഞാൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഉറങ്ങില്ല. രാത്രിയിലൂടെ സഞ്ചാരമാണ് ബിലാൽ. നാമത്തുന്നാസ്, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ വഖാമത്ത്, ഞാൻ എണീക്കും. എന്നിട്ട് സ്വല്ലാ റക്അതൈനി, 2 റക്അത്ത് നിസ്കരിക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ അങ്ങനെ ആവണം. ഒരു രാത്രി പോലും 2 റക്അത്ത് നിസ്കാരം, തറാവീഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഉറങ്ങിയിട്ട് ഇരുട്ടിൽ നിസ്കരിക്കുന്നത് ഖബറിലെ ഇരുട്ട് മാറാനുള്ള വലിയൊരു മരുന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. റമദാനിൽ നിന്നല്ല, എല്ലാ സമയത്തും അത് പതിവാക്കണം. പരിശുദ്ധമായ റമദാനിലാണെങ്കിൽ കൂടുതൽ നമുക്കതിന് അവസരമാണ്, നഷ്ടപ്പെടുത്തി കളയരുത്. കാരണം റമദാനിന്റെ എല്ലാ രാത്രിയിലും പ്രത്യേക വിഭാഗമായ മലക്കുകൾ രാത്രിയിൽ ഇറങ്ങി വരുന്നു. റമദാനിന്റെ പകലിലേക്ക് ആളുണ്ട്, റമദാനിന്റെ രാത്രിക്ക് ആളുണ്ട്, റമദാനിന്റെ എല്ലാ സമയത്തും മലക്കുകളുണ്ട്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, അത്ര തോനൊക്കെ മലക്കുകളുണ്ടോ? ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ യാത്രയിൽ പറഞ്ഞില്ലേ, എല്ലാ സ്ഥലവും നിറഞ്ഞു കിടക്കുകയാണ്, ഒരു സ്ഥലത്ത് പോലും ബാക്കിയില്ല, ഒരു മലക്കിന്റെ സുജൂദ് പതിയാത്ത, തല പതിയാത്ത ഒരു സ്ഥലം പോലും ആകാശത്തില്ല. അതുകൊണ്ടല്ലേ സുനിത വില്യംസ് 3 വട്ടം പോയി ബഹിരാകാശത്ത് എത്തിയുള്ളൂ. 16.78 കോടി കിലോമീറ്റർ അപ്പുറത്തുള്ള ആകാശത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. എന്നാ എവിടെ എത്തിയത്? വെറും 36 ലക്ഷം കിലോമീറ്റർ ഉള്ള ബഹിരാകാശത്ത് എത്തിയിട്ടുള്ളൂ. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും പോയാൽ
16.25 ലക്ഷത്തോളം കിലോമീറ്ററുള്ള സൂര്യൻ അതിൻ്റെ അപ്പുറത്ത് വീണ്ടും സഞ്ചരിക്കണം. എന്നാൽ ഇത്രയും കോടി കിലോമീറ്ററുള്ള ആകാശത്തേക്ക് ഇന്ന് ആരും എത്തിയിട്ടില്ല. അത്ര ദൈർഘ്യമാണ് ഈ ആകാശം. ആ ആകാശത്തിൽ ഒരു സ്ഥലം പോലും അള്ളാഹുവിൻ്റെ മലക്കുകൾ സുജൂദ് ചെയ്യാത്ത സ്ഥലമല്ല. ഇങ്ങോട്ട് വരണ്ടെന്നാ പറയുന്നത് അല്ലേ? ഇങ്ങോട്ട് മനുഷ്യന്മാർ വരരുത്, ഇവിടെ ഞങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അത്രയും ഫുള്ളായി കിടക്കുന്ന, അത്രയും ഗ്യാപ്പില്ലാത്ത അവസ്ഥയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന മലക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സൈന്യമാണ് മലക്കുകള്. അവർക്ക് പ്രത്യേകമായ ഡ്യൂട്ടി അള്ളാഹു നൽകിയിട്ടുണ്ട്. റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ റിദ്വാനിനെ വിളിക്കുന്നു. ജിബ്രീലിനെ പറഞ്ഞയച്ചിട്ട് റിദ്വാനിനെ വിളിക്കാൻ പറയുന്നു, സ്വർഗം തുറക്കാൻ. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു വെള്ളക്കൊടി എടുക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് ആ വെള്ളക്കൊടിയുമായിട്ട് മിനൽ ഇൻസാനി മിൻ ഉമ്മത്തി റസൂലില്ലാഹ്, ആദരവായ റസൂലുള്ളാഹിന്റെ എല്ലാ ഉമ്മത്തിന്റെ വീടുകളിലും ആ കൊടിയെത്തുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വെറുതെ പറയല്ല, എത്രയോ ദീർഘമായ ഒരു ഹദീസാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ കൊടി കൊണ്ടുപോകുന്നത് എപ്പോഴാണെന്നറിയോ? പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ ദിവസമാണ്. ആ ദിവസത്തെ ആ കൊടി കൊണ്ടുകൊള്ളൂ. ആ കൊടി എല്ലായിടത്തും എത്തി. എന്തിനാണെന്നറിയോ? നരകത്തിന്റെ വാതിലുകളൊക്കെ അടക്കപ്പെടാനും, നരകത്തിന്റെ വാതിലുകളൊക്കെ അടക്കപ്പെടാനും, സ്വർഗത്തിന്റെ വാതിലുകളൊക്കെ തുറക്കാനും അല്ലാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശമാണ്. അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് നിർവഹിക്കുന്നത്. കഴിഞ്ഞില്ല ഓരോ രാത്രിയിലും ഓരോ പകലിലും നരകമോചനം കിട്ടുന്ന ആളുകളുണ്ട്, സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടുന്നവരുണ്ട്, അള്ളാഹുവിന്റെ അടുത്തുനിന്ന് പാപമോചനം കിട്ടുന്നവരുണ്ട്. എല്ലാ അർത്ഥത്തിലും ഒരു വിശ്വാസിയായ അടിമക്ക് പരിശുദ്ധമായ റമദാൻ സൗഭാഗ്യമാണ്. അതുകൊണ്ടാണ് വിത്തങ്ങൾ പറഞ്ഞത്, ഈ റമദാനിൽ അല്ലാഹുവിനെ തിരിച്ചറിയാൻ ആദ്യത്തെ മരുന്നാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ശഹാദത്ത് സ്ഥിരപ്പെടുത്തിയപ്പോ സർവ്വ മുഅ്മിനീങ്ങളെയും അല്ലാഹു അംഗീകരിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ ഉറച്ചു നിന്നപ്പോഴാണ് ബദരീങ്ങളെ സ്മരിക്കാൻ കാരണമുണ്ടായത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിച്ചപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അംഗീകരിക്കപ്പെട്ടത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു വിശ്വാസിയെ അല്ലാഹു അംഗീകരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് അവൻ അല്ലാഹുവിനെ തിരിച്ചറിയുന്നത്. തിരിഞ്ഞതിൽ തിരിയാൻ ഇലാഹിനെ നീ ഓർക്കണോ, പഠിച്ചവനായൊരു തമ്പുരാനും ഓർക്കണേ. അള്ളാഹിനെ കുറിച്ച് കൂടുതൽ വർണ്ണിക്കാനും അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ വർണ്ണനയോട് സ്വീകാര്യമാകാൻ കഴിയുന്ന ഒരു സമയമാണ് പരിശുദ്ധമായ റമദാൻ. അതിലൊന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ നിരന്തരം ചൊല്ലുന്ന വാചകമാണ്. ഇന്നു മുതൽ അതിന്റെ അർത്ഥം ഒന്നറിഞ്ഞ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ വേറൊരു ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത് ഒന്നാമത്തെ ഹസ്ലയാണ്. ഒന്നാമത്തെ ഹസ്ല കലിമത്തു ത്വയ്യിബ. രണ്ടാമത്തത് അള്ളാഹിന്റെ തൃപ്തി കിട്ടുന്ന അത്രക്കും ഒരു വാചകം പിന്നില്ല. അള്ളാഹ്ക്ക് ഏറ്റവും വലിയ തൃപ്തിയാണ്. കുല്ലു അബ്ദിൻ യുഹിബ്ബു അല്ലാഹ് വയസ്തഗ്ഫിറു ലിദംബിഹി സദഖ റസൂലുള്ളാഹ്. എല്ലാ അടിമകളുടെ കൂട്ടത്തിലും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടിമ ആരാന്നറിയോ?
അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്ന ആളാണ്. അള്ളാഹു ഭാഗ്യവാന്മാരെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ടാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണേ, അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് നൽകണേ. ഒരു തെറ്റും ചെയ്യാത്ത ഹബീബായ റസൂലുള്ളാഹ് ഇസ്തിഗ്ഫാർ ചൊല്ലാതെ കിടന്നവനാറിയ ഒരു 100 ഇസ്തിഗ്ഫാറെങ്കിലും നബി തങ്ങൾ ഒരു ദിവസം ചൊല്ലാതെ കിടന്നുറങ്ങാറില്ല. നബിയുടെ മുമ്പുള്ള ദോഷം കൊടുത്തിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന പാപങ്ങളും എല്ലാ പാപങ്ങളിൽ നിന്നും സുരക്ഷിതമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലോകത്ത് അങ്ങനെ ഖാസായ ഒരു മനുഷ്യനില്ല, പ്രവാചകന്മാരല്ലാതെ. മഅ്സൂമാണ്, ഒരു തെറ്റുമില്ല, ഒരു തെറ്റിന്റെ ഒരു അംശം പോലും എത്തൂല്ല. എന്നിട്ട് ആ പുന്നാര മുത്തുനബി അസ്തഗ്ഫിറുല്ലാഹൽ ലലംതു സുന്നതമൻ ഒരു തെറ്റും ചെയ്യാത്ത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രിയൊക്കെ നിന്ന് നിസ്കരിച്ചിട്ട് ലലംതു സുന്നതമൻ രാത്രി സമയങ്ങളിൽ പറയാൻ നേരത്ത് റസൂലുള്ള നിന്നിട്ട് അവിടുത്തെ കാലെല്ലാം ഉയർത്തി പൊട്ടിയിരുന്നോ. വളരെയധികം നബി തങ്ങളിൽ ദീർഘനേരം നിന്നിരുന്നു ഇബാദത്തിന് വേണ്ടി. അല്ലേ, 2 സമയങ്ങളിൽ നബി തങ്ങൾക്ക് ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു, ഒരു അരപ്പട്ട. 2 സമയങ്ങളിലാണ് നബി തങ്ങൾ അത് മുറുക്കിയെടുക്കാറുള്ളത്, ആ അരപ്പട്ട ധരിക്കാറുള്ളത്. മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് നബി തങ്ങൾ ആ ഒരു അരപ്പട്ട മുറുക്കിയെടുക്കുന്നത്. ഒന്ന് ശഅബാൻ പകുതിയായി കഴിഞ്ഞാൽ, ബറാത്ത് രാവ് കഴിഞ്ഞാൽ അന്നത്തെ രാത്രി ദീർഘനേരം നബി നിൽക്കുത്രായി. അപ്പോൾ ആ അരപ്പട്ട മുറുക്കിയെടുക്കാറുണ്ട്. പരിശുദ്ധമായ റമദാനിന്റെ അവസാന ദിനരാത്രങ്ങൾ, പിന്നെ ഇത്തികാഫ് തന്നെ നബിത്തങ്ങൾ. അതുകൊണ്ട് തന്നെ നബിത്തങ്ങളുടെ വസ്ത്രം അഴിഞ്ഞു പോകാതിരിക്കാൻ അരപ്പട്ട മുറുക്കി കെട്ടാറുണ്ട്. ആ അരപ്പട്ട മുറുക്കിയതിന്റെ അടയാളം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. സുറാഖ അന്ന് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ആ സുറാഖയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യത്തെ മുമ്പേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുറാഖക്ക് കിട്ടിയ ലാഭത്തെ കുറിച്ച് പറഞ്ഞു. ആ സുറാഖ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വയറ് പൊക്കുകയുണ്ടായി. ആ സമയത്ത് നബി തങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി കെട്ടിയിരുന്ന ബെൽറ്റിന്റെ അടയാളം കണ്ടിരുന്നു, കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ റമദാനിൽ ഒരുങ്ങിയ ഒരു മാതൃകാ പുരുഷൻ, ഒരു അള്ളാഹുവിൻ്റെ റസൂലാണ് അവിടുത്തെ സമൂഹത്തിന്, സമുദായത്തിന് ഏറ്റവും വലിയ മാതൃക കാണിക്കുന്നത്. ആലോചിച്ച് നോക്ക്. അള്ളാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. റമദാനിന്റെ ദിനരാത്രങ്ങൾ ഇബാദത്തിൽ കഴിയാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗ്ഫാറിന് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മാസക്കാലം 2 തൃപ്തികരമായ വാചകത്തിന് വേണ്ടി ഒരുക്കി തന്നിരിക്കുകയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നബി തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിലേക്ക് എന്ത് കേൾക്കാനാണ് ആഗ്രഹമുള്ളത്? ആ സമയത്ത് പറയുന്നു, റബ്ബ് പറയുന്ന വാചകത്തെ ഹബീബായ മുത്തുനബി പറയാണ്, എന്റെ അടിമ എപ്പോഴും എന്നെ കുറിച്ച് വിചാരം അവൻ ഇസ്തിഗ്ഫാറിന്റെ വഴിയിലാണെങ്കിൽ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു. എന്റെ അടിമക്ക് എന്നോടുള്ള ഇഷ്ടം ഞാൻ ഏത് സമയത്തും പുറത്തു നിൽക്കുന്ന ആളാണെന്ന ബോധത്തോടെ എന്നോട് ചോദിക്കുന്ന സമയമുണ്ടല്ലോ, എപ്പോഴും ഞാൻ അവനോടൊപ്പം ഉണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു അങ്ങനെയാണ്. ചോദ്യം ചോദിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, ദുആ ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, പാപമോചനം ചെയ്യുന്നവർക്ക് അള്ളാഹു ഇഷ്ടമാണ്.
പാപമോചനം ചെയ്യുന്നവരെ അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുക്കുന്നുണ്ട്. എന്നോടൊരു അടിമ ഒരു തെറ്റ് ചെയ്തിട്ട് മലക്കുകളോട് പറയുമത്ര, മലക്കുകളെ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമോ, അത് തെറ്റാണെന്ന് എഴുതല്ലേ. എന്തിനാണ് അല്ലാഹു അങ്ങനെ പറയുന്നതെന്നറിയോ? ആ മനുഷ്യനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടോ എന്നറിയട്ടെ. എന്നിട്ടതാ പാതിരാവിന്റെ യാമങ്ങളിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത മനുഷ്യനെ കുറിച്ച് മലക്കുകൾ ഇങ്ങനെ പറയുമ്പോ അല്ലാഹു പറയുമത്രേ, അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യം മലക്കുകളെ ഓർമ്മപ്പെടുത്തുകയാ. എനിക്കിഷ്ടമാണ് അവരുടെ പാപമോചനം ചെയ്യുന്നത്. അല്ലാഹുവേ പൊറുത്തു തരണേ എന്ന് ചോദിക്കുന്നത് അല്ലാഹു ഇഷ്ടമുള്ളതാണ്. എത്രയെത്ര നോമ്പുകൾ, എത്രയെത്ര റമദാനുകൾ, ഇതെല്ലാം എന്റെ പാപമോചനം ചെയ്യാൻ എനിക്ക് അല്ലാഹു അവസരം നൽകിയ ഒരു സമയമാണല്ലോ. അല്ലാഹു നൽകിയ സൗഭാഗ്യമാണ് എനിക്ക് അല്ലാഹുവിനോട് ചോദിക്കാനുള്ള ഒരു അവസരം. പാപമോചനം ചെയ്യാൻ അല്ലാഹു അതിനുവേണ്ടി 10 ദിവസം തയ്യാർ ചെയ്തു. എന്നാൽ അല്ലാഹു ഈ മാസത്തിൽ മുഴുവനും 30 ദിവസം അല്ലാഹുക്ക് തൃപ്തികരമായ, അല്ലാഹുക്ക് ഇഷ്ടമുള്ള അതിപ്രധാനമായ ഒരു കാര്യമാണ് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കുക. ആയിഷ ബീവി ചോദിച്ചില്ലേ, നബിയെ എന്താണ് ഈ രാവുകൾ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ചോദിച്ചാൽ മതി. അല്ലാഹു ഏറ്റവും പാപമോചനം ചെയ്യുന്നവരാണ്. ആ പാപമോചനം ചെയ്യുന്ന യജമാനായ റബ്ബിനോട് പൊറുക്കൽ ചോദിക്കുന്നത് അല്ലാഹുക്ക് ഇഷ്ടമുള്ളതാണ്. മഹാനായ തമീമുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കരയുമത്രേ. രാത്രിയിലെല്ലാം കരയുന്ന സമയത്ത് എന്താണ് പറയുന്നതെന്ന് ഓർക്കാൻ വേണ്ടി സ്വഹാബത്ത് കൂട്ടുകാരെ ചെന്നപ്പോ തമീമുൽ അൻസാരി ദുആ ചെയ്യുന്നത്, അല്ലാഹ് പടച്ചവനേ, നോമ്പുകാരനുണ്ട്, എല്ലാ രാത്രിയിലും നീ പൊറുക്കൽ തരുന്നുണ്ട്. എന്നാൽ ഈ തമീം എന്ന് പറയുന്ന എനിക്ക് അല്ലാഹ് നീ പൊറുത്തു തരുമോ? എല്ലാ രാത്രിയിലും ദുആ ചെയ്യുന്നത് അങ്ങനെയാണ്. മഹദിയായ നഫീസത്തുൽ മിസ്രിയ എന്റെ ഉമ്മമാർക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറയാണ്. ഈ റമദാനിന്റെ പകലിൽ വഫാത്തായ മഹദിയാണല്ലോ തമീമുൽ മഹദിയായ നഫീസത്തുൽ മിസ്രിയ. ആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ മക്കയിലേക്ക് ഒരു ശഅബാനിന്റെ പകുതി കഴിഞ്ഞതിന് ശേഷമാണ് ഉംറക്ക് വരുന്നത്. അങ്ങനെ ഉംറയിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അറ്റാക്ക് വന്നു, നെഞ്ചുവേദന വന്നു, വളരെ പ്രയാസപ്പെട്ടു. കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്തു പോയി, അല്ലാഹുവേ, ഞാൻ നിന്നോടൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്, നിന്നോടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? ഈ റമദാനിൽ നോമ്പുകാരിയായിട്ടല്ലാതെ എന്നെ മരിപ്പിക്കല്ലേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഖതം നിർക്കാതെ റമദാനിനെ കണ്ടുമുട്ടാതെ എന്നെ മരിപ്പിക്കല്ലേ എന്നൊരു വാഗ്ദത്തമുണ്ട്. അതുകൊണ്ട് തിരിച്ചരിക്കേണ്ട നാട്ടിലേക്ക് എത്തണം. അല്ലാഹുവേ, ഈ കഅബയിൽ കിടന്നെ മരിപ്പിച്ചാൽ എനിക്ക് റമദാൻ കണ്ടുമുട്ടാൻ കഴിയില്ലല്ലോ, ഖുർആൻ ഖതം നിർക്കാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ച് കരഞ്ഞു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ. ആ പ്രാർത്ഥന കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കേണ്ട താമസം അല്ലാഹു ഉത്തരം നൽകി. സ്വപ്നത്തിലതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരികയാണ്. പൊന്നുമോളെ, ഈ പറയുന്ന പൊന്നുമോളെ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന സൂറത്ത് അങ്ങ് ഓതിക്കൊടുത്തു. എന്നിട്ട് അത് ഓതാൻ പറഞ്ഞു.
മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ കഅബാലയത്തിന്റെ അടുത്ത് വെച്ച് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന ആ സൂറത്ത് ഓതിയപ്പോൾ പൂർണ്ണ ആരോഗ്യമായി. അത് അറ്റാക്ക് വന്നവരൊക്കെ അത് ഓതണം. വലിയ മഹത്വമുള്ള മഹാന്മാരായ തിബിന്റെ കിതാബുകളിലൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നെഞ്ചുവേദന വന്നാൽ ഉടനെ ഓതേണ്ട 2 സൂറത്തുകൾ, ഒന്ന് അലനശ്റയിലൊക്കെ സദർക്ക്, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, എല്ലാ അടക്കങ്ങളും നിൽക്കുന്ന മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ആ സൂറത്ത് ഓതി അവിടുന്ന് തവാഫ് പൂർത്തീകരിച്ചു. സഈ ചെയ്തു. ഉംറ കഴിഞ്ഞതിന് ശേഷം മദീനയിൽ വന്നു. മദീന സിയാറ കഴിഞ്ഞതിന് ശേഷം മിസ്റിലെത്തി. മഹദിയായ നഫീസത്തുൽ മിസ്രിയ അന്നത്തെ റമദാനിന്റെ പകലിൽ നോമ്പെടുത്തു. ആ മാസത്തിലെ റമദാനിനെ കണ്ടുമുട്ടി. ഖുർആൻ ഖതം തീർത്തു. റമദാനിന്റെ പകലിൽ നോമ്പുകാരിയായി ലോകത്തോട് വിട പറഞ്ഞു പോയ മഹദിയായ നഫീസത്തുൽ മിസ്രിയ ദുആ ചെയ്തത് എന്തായിരുന്നു? അല്ലാഹുവേ, നിന്നോട് ഞാനൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് റമദാൻ കണ്ടുമുട്ടണം. എന്തെയാ റമദാനെ കണ്ടുമുട്ടാൻ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ കണ്ടുമുട്ടുന്നതിന് തുല്യമാണ് പരിശുദ്ധമായ റമദാൻ എന്നുള്ളത്. അതിലേറ്റവും ഒന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് അല്ലാഹുവിന്റെ തൃപ്തിക്കും സ്നേഹത്തിനും വേണ്ടി ഈ 2 വാചകം നിങ്ങൾ പറഞ്ഞേ മതിയാകൂ. ഈ 2 വാചകത്തിലൂടെ അല്ലാഹുവിന്റെ തൃപ്തി നിങ്ങൾക്ക് കരസ്ഥമാകൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. മൂന്നാമതായി നബി തങ്ങൾ പറയുന്നു, അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. സ്വർഗ്ഗത്തെ നിങ്ങൾ ചോദിക്കണേ, അത് അത്യന്താവശ്യമാണ്. നിങ്ങൾക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത മറ്റൊന്നാണ് അസ്അലുകൽ ജന്ന, സ്വർഗ്ഗത്തെക്കുറിച്ച് ചോദിക്കുക. സ്വർഗ്ഗത്തെ അല്ലാഹുവോട് ചോദിക്കുക. അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ, നരകത്തിനോട് കാവൽ ചോദിക്കുക. കാരണം നരകമോചനവും സ്വർഗപ്രവേശനവും നൽകുന്നത് ഈ റമദാനിൻ്റെ പകലുകളിലും രാത്രികളിലും ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. നിങ്ങൾ സ്വർഗത്തെ ചോദിക്കുകയും നരകത്തെ നിങ്ങൾ കാവൽ ചോദിക്കുകയും ഇങ്ങനെ ചോദിക്കാതെ ഇങ്ങനെ പറയാതെ ഒരു ദിവസം പോലും കടന്നു പോകാൻ പാടില്ല. അതാ റമദാനിൻ്റെ പങ്ക്. എന്നിട്ട് റസൂൽ പറയാ, ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം ഭാവിച്ചവൻ ആരാന്നറിയോ? ഏറ്റവും വലിയ ശാപം കിട്ടിയവനും ഏറ്റവും വലിയ മോശക്കാരനും ആരാന്നറിയോ? പരിശുദ്ധമായ റമദാനിൽ ഇത്രയും വലിയ സൗഭാഗ്യം, അള്ളാനെ കണ്ടുമുട്ടാൻ, അള്ളാനെ തിരിച്ചറിയാൻ ഒരു അവസരം കിട്ടിയിട്ട് ആ അവസരം ഉപയോഗപ്പെടുത്താത്ത മനുഷ്യനാണ് ലോകത്തെ ഏറ്റവും വലിയ ശിറാൾ, ഏറ്റവും വലിയ മോശക്കാരൻ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലേ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. പരിശുദ്ധമായ റമദാനിൻ്റെ തുടക്കം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം. 10 ദിവസം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വേണ്ടി അള്ളാഹ് തരിക. എന്താ റബ്ബിൻ്റെ കാരുണ്യം? കാരുണ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹിൻ്റെ കാരുണ്യമില്ലാതെ ആരും രക്ഷപ്പെടില്ല. അപ്പം നബിയെ അങ്ങും അങ്ങനെ തന്നെ? അപ്പം റസൂലുള്ളാഹി പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഞാനും രക്ഷപ്പെടില്ല. എന്നിട്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 500 കൊല്ലത്തോളം ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ്. ആ മനുഷ്യൻ ഇബാദത്ത് ചെയ്യാൻ പ്രത്യേകമായ സ്ഥലം കണ്ടെത്തുന്നുണ്ട്. ആ സ്ഥലത്താണെങ്കിലോ മറ്റാരും അവിടെ പാർക്കുന്നില്ല. സ്വന്തമായ ഒരു ചെരുവിലാണ് ആ മനുഷ്യൻ പാർക്കുന്നത്. അദ്ദേഹം താമസിക്കുന്ന ചുറ്റുഭാഗത്തും ഉപ്പുവെള്ളമാണ്, ശുദ്ധമായ വെള്ളം കിട്ടാനില്ല. വർഷത്തിലൊരിക്കൽ കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഫലം തരുന്ന പഴം എല്ലാ ദിവസവും ഈ മനുഷ്യർ ഉപ്പുവെള്ളമെല്ലെടുത്ത് ഒരു തുള്ളി നീര് അല്ലാഹു നൽകുന്നുണ്ട്. ഈ മനുഷ്യന് കുടിക്കാൻ മാത്രം പാകത്തിൽ ഒളു ചെയ്യാൻ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് മാത്രമുള്ള ശുദ്ധമായ ജലം അല്ലാഹു കൊടുക്കുന്നുണ്ട്. 500 കൊല്ലം ആ മനുഷ്യന്റെ ഡ്യൂട്ടി എന്താ? അല്ലാഹുക്ക് വേണ്ടി ആരാധന ചെയ്യുക, അല്ലാഹുക്ക് വേണ്ടി നിസ്കരിക്കുക, നോമ്പെടുക്കുക, അല്ലാഹുവിന് വേണ്ടി ഖുർആൻ ഓതുക,
ഇങ്ങനെ 500 കൊല്ലത്തോളം അല്ലാഹുവിന് വേണ്ടി ഇബാദത്തിൽ കഴിഞ്ഞാൽ ആ മനുഷ്യനെ അല്ലാഹു കൊണ്ടുവരികയാണ്, ആഖിറത്തിലേക്ക് കൊണ്ടുവരുന്നു. അല്ലാഹു പറയും, എന്റെ കാരുണ്യം കൊണ്ട് ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും മലക്കുകളെ. ആ സമയത്ത് ആ മനുഷ്യൻ പറയുമത്രേ, എന്ത്, നിന്റെ കാരുണ്യം കൊണ്ടോ? 500 കൊല്ലം ഞാൻ ഇബാദത്ത് ചെയ്തതല്ലേ, ആ ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം കൊണ്ടല്ലേ ഇത് സ്വർഗം തരുന്നത്? അല്ല പറഞ്ഞു, എന്നാ മലക്കുകളെ വെയിറ്റ് ചെയ്യും, കൊണ്ടുപോകണ്ട. ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ പറയുന്നു. എന്നിട്ട് അല്ലാഹു ആ മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അവന്റെ കണ്ണ്, അവന്റെ ശരീരത്തിലുള്ള കണ്ണ്. ആ കണ്ണ് കണ്ട് പറിച്ചു കൊടുക്കും. എന്നിട്ട് അല്ലാഹു ഒരു ഭാഗത്ത് ഈ കണ്ണ് വെക്കും. 500 കൊല്ലം ഈ മനുഷ്യൻ ചെയ്ത ആരാധനയും ഒരു ഭാഗത്ത് വെക്കും. അതിൽ നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, ഒക്കെ ഉണ്ട്, ഒരു ഭാഗത്ത് വെക്കും. ആ സമയത്ത് ഈ മനുഷ്യൻ 500 കൊല്ലം ചെയ്ത ഇബാദത്ത് അല്ലാഹു കൊടുത്ത ഒരൊറ്റ അനുഗ്രഹമാകുന്ന അവന്റെ ശരീരത്തിൽ ഒരു അനുഗ്രഹമാകുന്ന കണ്ണിന് മാത്രം മതിയാകുന്നില്ല. അപ്പോഴും കണ്ണ് മേലെ നിൽക്കുകയാണ്, അവന്റെ അമലുകളൊക്കെ അടിയിൽ പോകുന്നു. അല്ലാഹു പറഞ്ഞു, ഈ മനുഷ്യരെ നരകത്തിലേക്ക് കൊണ്ടുപോവുക. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല അല്ലാഹ്, നിന്റെ കാരുണ്യം എന്റെ അമല് മതിയാകില്ല അല്ലാഹ്. അപ്പൊ അല്ലാഹ് ചോദിക്കുന്നുണ്ട്, നീ 500 കൊല്ലം ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം തന്നതാരാ? അല്ലാഹു. ആർക്കും കൊടുക്കാത്ത സൗഭാഗ്യം, ആ സ്ഥലത്ത് ആർക്കും ഒരു തുള്ളി ശുദ്ധമായ വെള്ളം കിട്ടുന്നില്ല. ആ സമയത്ത് ഞാൻ അവിടെ എനിക്ക് വെള്ളം തന്നില്ലേ? എപ്പോഴോ കായ്ക്കുന്ന ഒരു പഴം എല്ലാ ദിവസവും നിനക്ക് ഫലവൃഷ്ടിയായി പഴമായി ഭക്ഷിക്കാൻ തരുന്നു, അത് ഞാൻ തന്നില്ലേ? അപ്പൊ ആ മനുഷ്യൻ പറയും, അല്ലാഹ്, നീ തന്ന സൗഭാഗ്യമാണ് സമ്പത്ത്. എന്നാൽ ഈ 10 ദിവസം അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ ചോദിക്കുക. എനിക്ക് ഏറ്റവും എന്റെ ദേശത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും പരിചയപ്പെടുത്തതിനേക്കാൾ കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തേണ്ടത് എൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ്. എൻ്റെ അനുഗ്രഹം ഒരാൾ അറിഞ്ഞാൽ, എൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരാൾ അറിഞ്ഞാൽ, എൻ്റെ ദേഷ്യം, എൻ്റെ ഒളബ് അവനെ അത് മികപ്പിക്കുന്നതാണ്. എന്തേ അത്? അള്ളാഹു ദേഷ്യമുള്ള ആളാണ്, അള്ളാഹു വലിയ ശിക്ഷിക്കുന്ന ആളാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് വിരച്ചിരിക്കുന്നത്. വഴിയിലൂടെ പോകുന്ന ഒരു നായയെ ഒരു മനുഷ്യൻ ചീത്ത പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചു പറയാണ്, അന്നയും ആ നായയും സൃഷ്ടിച്ചത് ഞാനല്ലേ എന്നൊരു ചോദ്യം. ആ പണ്ഡിതനായ താബീങ്ങളിൽപ്പെട്ട നേതാവിന് വല്ലാത്ത സങ്കടം തോന്നി. അതാണ്. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ സൃഷ്ടികളോട് കാരുണ്യം കാണിക്കുന്നതും പരിശുദ്ധമായ റമദാനിൽ സുലഭമാണ്. ആ റമദാനിന്റെ മുന്നോടിയായി നമ്മുടെ ജീവിതത്തെ വിചിന്തനം ചെയ്യണം. വിചാരണ ചെയ്യുന്നതിന്റെ മുമ്പ് നിങ്ങളൊന്ന് വിചാരണ നടത്തണേ. അള്ളാഹുവിന്റെ വിചാരണക്ക് മുമ്പ് എന്റെ ജീവിതത്തിലെ പരിശുദ്ധമായ റമദാനിനെ കണ്ടുമുട്ടാൻ, അള്ളാഹുവേ നിന്നെ കണ്ടുമുട്ടാൻ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും സ്വഭാവമുണ്ടെങ്കിൽ അള്ളാഹുവേ നീ അതെല്ലാം നന്നാക്കി തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നതോടൊപ്പം പരസ്പരം സ്നേഹബന്ധത്തോടെ കാരുണ്യത്തോടെ സൃഷ്ടികളോട്, അയൽവാസികളോട്, കുടുംബങ്ങളോട്, മാതാപിതാക്കളോട്, എല്ലാവരോടും നല്ല സംശുദ്ധമായ ഹൃദയത്തോടെയാണ് റമദാനെ കണ്ടുമുട്ടേണ്ടത്. ജിബ്രീലിന്റെ കൊടി എല്ലാ സ്ഥലത്തും എത്തും, പക്ഷേ പരസ്പരം പോരടിക്കുന്നവരുടെ അടുത്തേക്ക് എത്തില്ല. നിത്യം കള്ളുകുടിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് എത്തില്ല. കുടുംബബന്ധം ചേർക്കാത്തവർ, കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവർ, അവരുടെ അടുത്തേക്കും ജിബ്രീലിന്റെ നോട്ടമെത്തില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
നമ്മളുടെ അമലിന് തടസ്സമാകുന്ന, അല്ലാഹുവിനെ കാണുന്നതിന് തടസ്സമാകുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. എത്ര വലിയ പടക്കമുള്ള ആളാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. തൻ്റെ മകനോട് തെറ്റി. എന്തേ കാരണം? തൻ്റെ മകൻ പറഞ്ഞ ഒരു കാര്യം അനുസരിച്ചില്ല. അതിൻ്റെ പേരിൽ മകനോട് തെറ്റി. ദിവസങ്ങളോളം കഴിഞ്ഞ് ഒരു ദിവസം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മകനെ, ഞാൻ ഇത്രയും കാലം എന്നോട് മിണ്ടാതിരുന്നുണ്ടല്ലോ, അത് ഉമറിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഒരു പരുക്ക സ്വഭാവം, അത് സമ്മതിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ ഇനി നമ്മൾ കൂടുതൽ അങ്ങ് തെറ്റിപ്പോയാൽ ഒരു പക്ഷേ നിനക്ക് എന്നോട് വെറുപ്പുണ്ടാവും. അതുകൊണ്ട് ആ വെറുപ്പ് പാടില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം മടക്കി. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, പരിശുദ്ധമായ റമളാനിലടക്കം ഇബാദത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മോനോട് ചെന്ന് പറഞ്ഞു, അല്ല, അണക്കെന്നോട് പിണ്ണാക്കൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. അല്ലേ, പിണക്കൊന്നുമില്ലല്ലോ. അപ്പോൾ മോൻ പറഞ്ഞേ, എന്താ വാപ്പ, എനിക്കെന്ത് പിണക്കം? അതെന്താ ചെറിയൊരു തെറ്റ് ചെയ്തത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു വീപ്പക്കണക്ക് എണ്ണ വന്നപ്പോൾ അത് മകനെ എന്ത് ചെയ്തു? സ്വഹാബാക്കളെല്ലാം അത് ഒഴിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ മോനും കൂടെ ഉണ്ടായിരുന്നു. അറിയാതെ അവൻ എന്ത് ചെയ്തു? ആ എണ്ണയുടെ ഒരു ഭാഗത്ത് തലയിലും തേച്ചു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? നമ്മളൊക്കെ പഠിക്കണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരി എന്താ ചെയ്തത്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മോൻ്റെ തലയും കൊണ്ട് പിടിച്ചു മൊട്ടാണ് ചെയ്തത്. ആ മുടി മുഴുവനും കളഞ്ഞ്. എന്നിട്ട് എന്ത് ചെയ്തു? എന്ത് പണിയെ കാണിച്ചേറെ ചീത്ത പറഞ്ഞതിന് ശേഷം ആ മുടി മുഴുവനും കളഞ്ഞു. എന്താ? മറ്റുള്ളവരുടെ അവകാശപ്പെട്ട ഒന്നും ഉമറിൻ്റെ മോൻക്ക് വേണ്ട. ഫാറൂഖ് റളിയല്ലാഹു അനീമത്ത് സ്വത്ത് കിട്ടിയതാണ്, എണ്ണ വീപ്പകൾ. ആ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്തു? അറിയാതെ ഒന്ന് തലയിൽ തേച്ച് കുറച്ച് പോയ എണ്ണയല്ലേ. അതിനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതിനു വേണ്ടി തെറ്റിയതായിരുന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മോനോട് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, ഉപ്പാ, അതൊക്കെ എന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയി. അത് എന്നെ ഉപദേശിക്കാൻ വേണ്ടി, എന്നെ ഉമറിൻ്റെ മോനാണെന്ന് എന്നെ അറിയിപ്പിക്കാൻ വേണ്ടിയല്ലേ വാപ്പാ നിങ്ങൾ ചെയ്തത്. എനിക്ക് സന്തോഷമുള്ളൂ. എന്താ? അത്രയും വലിയ സൂക്ഷ്മതയുള്ള ഒരാളുടെ മോനാണെന്ന് എന്നെ നിങ്ങൾ പഠിപ്പിച്ചുള്ളൂ. സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അല്ലേ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെറിയൊരു പടക്കണ്ടായി മാറ്റിയെന്നാണ്. എന്നാൽ നമ്മളെക്കാൾ കൂടുതൽ പരുക്ക സ്വഭാവമുള്ളതാണ്. കണ്ട ദേഷ്യപ്പെടുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇബാദത്തിൻ്റെ സ്വീകാര്യതക്ക് തടസ്സം മോനെ നിന്നെ കൊണ്ട് പറ്റൂല. നമ്മളെ കൂട്ടത്തിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ചില സ്ഥലത്തൊക്കെ വാപ്പാരും മക്കളും കൊണ്ടുമില്ല, ഏട്ടന്മാരും അനിയന്മാരും കൊണ്ടുമില്ല, കുടുംബങ്ങളും കൊണ്ടുമില്ല, ഒക്കെ മാറുമോ അല്ലേ? എല്ലാവരും കൊണ്ടുപോകണം. വാക്കാരി മരിച്ചൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അഹങ്കാരിയാകാം. ഒരു ഇമാം പറഞ്ഞതാണ്, ഞാൻ മരിച്ചൂലെന്ന് ഉറപ്പ് വരികയാണ്, എന്നെ കബറിൽ കൊണ്ടുപോയി എൻ്റെ ശരീരം മണ്ണ് തിന്നൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ദുനിയാവിലെ ഏറ്റവും വലിയ അഹങ്കാരി. എന്നാൽ പിന്നെ എന്നോട് ആരും ഉണ്ടണ്ട, ഞാൻ ആർക്കൊന്നും കൊടുക്കൂല, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്നെനിക്ക് അഹങ്കാരം കാണിക്കാം. പക്ഷേ അങ്ങനെയല്ലല്ലോ. ഞാനും മരിച്ചൂലേ, ഇനിയും കൊണ്ടുപോകൂലേ, ഇനി ആൾക്കാർ ചുമലിലേറ്റൂലേ, എന്നിട്ട് കൊണ്ടുപോയിട്ട് എന്നെ കബറിൽ വെക്കൂലേ, എൻ്റെ ശരീരവും മണ്ണ് തിന്നൂലേ. അതുകൊണ്ട് എനിക്ക് അഹങ്കാരമില്ല. ഞാൻ വിട്ടുവീഴ്ചക്ക് തയ്യാറാണ്. അള്ളാഹു അതിന് തയ്യാറാണ്. ഒരു പർവ്വതത്തോളം തെറ്റ് ചെയ്താൽ മനുഷ്യൻ അള്ളാഹു കൊടുത്തു കൊടുക്കാൻ തയ്യാറാണ്. കണ്ണ് തന്നതല്ലയാ, കാല് തന്നതല്ലയാ, നമ്മുടെ സർവ്വ ഉറവുകളും തന്നതല്ലയാ. അല്ല ചോദിക്കുന്നുണ്ട്, എന്റെ ശരീരത്തിലുള്ള ഉറവുകൾ, ഉമിനീരുകൾ അതെങ്ങാനും പറ്റിക്കഴിഞ്ഞാൽ പകരം നിനക്ക് കൊണ്ടുവരാൻ സാധ്യമാകുമോ? അല്ലാഹുവിന്റെ ചോദ്യത്തിന് ഒരാളും മറുപടി പറഞ്ഞിട്ടില്ല. കഴിയില്ല. കീമ ചെയ്ത്
ക്യാൻസർ വന്ന് കീമ ചെയ്ത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുടിയും പോയി, തലമുടി പോയി, സംസാരിക്കാൻ കഴിയാതെ ഒരു കുപ്പിവെള്ളവും നടക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെങ്കിൽ വായിലെ വെള്ളം വറ്റിപ്പോവുക, ലിറ്റർ കണക്കിന് അള്ളാഹു ഫിറ്റ് ചെയ്തിരുന്ന ഉമിനീര് വറ്റിപ്പോവുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ ആ റബ്ബ് പറയാണ്, എത്ര തെറ്റ് ചെയ്താലും ലാ തഖ്നത് മിർ റഹ്മത്തില്ലാഹ്. ഇതൊരു വാചകം. ലാ തഖ്നത് മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിയരുത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിയരുത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക്, അള്ളാഹുവിലേക്ക് നിങ്ങൾ പോവുക, അള്ളാഹുവോട് ചോദിക്കുക. നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഏകദേശമൊക്കെ എല്ലാ മജ്‌ലിസിലും വയതിലൊക്കെ, ഇപ്പം ഞാനിങ്ങോട്ട് വന്നപ്പോൾ സുനീർ ഉസ്താദ് എന്നോട് പറഞ്ഞ് ആകെ കുറച്ച് ആളുള്ളൂ. അൽഹംദുലില്ലാഹ് എത്രയും ആളുകൾ ഉണ്ടായില്ല. ഈ മലയിൽ ഇത്ര ആളൊന്നുമല്ല, ആയിരക്കണക്കിന്. ഞാൻ കോവിലത്തുനിൽ മഗ്‌രിബിന് ശേഷം പ്രസംഗം ഉണ്ടായിരുന്നു. അവിടെ അൽഹംദുലില്ലാഹ് മജ്‌ലിസിനോടുള്ളതുകൊണ്ടാണെന്നറിയില്ല, കുറച്ച് ആളുണ്ടായിരുന്നു. ആളുകൾക്കൊക്കെ വയല് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രസംഗം എന്ന് പറയുമ്പോൾ അതൊക്കെ ഇപ്പോൾ ഇപ്പോൾ കേട്ടതല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് അടിച്ചെടുത്തൊക്കെ. പക്ഷേ എത്ര വയല് പറഞ്ഞാലും മതിയാവൂല. ഹബീബായ റസൂലുള്ളാഹി അല്ലേ, ഖുർആനിൽ ഒരായത്ത് 42 തവണ പറയുന്നുണ്ട്, ഒരായത്ത് തന്നെ. അപ്പോൾ നമ്മൾ ഈ ഖുർആൻ കൂടുതൽ പഠിച്ച ആളുകൾ വിചാരിക്കും, എന്തിനാ ഈ ആയത്ത് വീണ്ടും വീണ്ടും പറയുന്നത്? അപ്പോഴേ നമ്മൾ ചിന്തിക്കുക, വയൽ എത്ര കേട്ടാലും മതിയാവില്ല. പക്ഷേ നമ്മൾ ഇന്നത്തെ സമൂഹം വയലിന് താല്പര്യമല്ല, അതല്ലേ, അഡ്ജസ്റ്റ്മെൻറ്റിങ് ആണ്. ഈ അടുത്ത് ഒരാൾ പറഞ്ഞ്, നിസ്കാരം ഖളായൊക്കെ വീട്ടാൻ പരിശുദ്ധമായ റമദാൻ എത്തുകയാണ്, നിസ്കാരമൊക്കെ ഖളാ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ചങ്ങായി പറയാണ്, നിസ്കാരം ഒന്നും ഖളാ വീട്ടേണ്ടയില്ല, നിസ്കാരം ഖളാ വീട്ടാൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? നോമ്പ് ഖളാ വീട്ടണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിസ്കാരം ഖളാ വീട്ടണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സ്വീപ്പാക്കുക അല്ലേ? നോമ്പ് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഫൈദത്തും മിൻ അയ്യാമിൻ്റെ ഒരു മറ്റൊരു ദിവസങ്ങൾ നോമ്പെടുത്ത് വിട്ടണം. നിസ്കാരം ഖളാ വീട്ടാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഖളായിപ്പോയ നിസ്കാരം നിസ്കരിക്കണ്ട. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഖുർആനിൽ അങ്ങനെ 5 വക്ത് നിസ്കാരം നമുക്ക് ചോദിച്ചാൽ കിട്ടില്ല. പക്ഷെ അതിൻ്റെ ഇമാമിങ്ങളുടെ ഇജ്മായിലൂടെ അതൊക്കെ സ്ഥിരപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരം ഖളാ ആയതുണ്ടെങ്കിൽ അത് വീട്ടണം, നോമ്പും ഖളാ ഉണ്ടെങ്കിൽ അത് വീട്ടണം. ഞാനിപ്പോൾ ആകെ കുടുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ പ്രസംഗം അതായതുകൊണ്ട് ഇപ്പോൾ കുന്നത്തിരിയിൽ ആകെ കെട്ട് ഇളകിയിരിക്കുകയാണ്. എല്ലാവരും ചോദിക്കുകയാണ്, പടച്ചോരെ എൻ്റെ വാപ്പാൻ്റെ നോമ്പുണ്ടോ, മറ്റൊരു നോമ്പുണ്ടോ? കാരണം എന്താ വെച്ചാൽ, പരിശുദ്ധമായ നോമ്പ് എത്തുന്നതിൻ്റെ മുമ്പ് ഖളാ വീട്ടണം. ഈ കൊറോണ സംഭവിച്ച സമയത്തൊക്കെ, ഞാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്, കൂടുതൽ പറയുന്നത് മാത്രം ഒന്ന് പറയാൻ. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിലും ആർക്കെങ്കിലും ഇനി നോമ്പുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം, അവരിങ്ങനെ പെരുകി അവർക്ക് നോമ്പ് ഇഷ്ടം പോലെ ഉണ്ടാവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ആ നോമ്പ് പെട്ടെന്ന് വീട്ടണം. ആരോഗ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര നോമ്പ് നഷ്ടപ്പെട്ടാലും അവർ തിരിച്ച് ഖളാ വീട്ടിയാൽ മതി. പക്ഷേ ഈ ആരോഗ്യമുള്ള ആളുകൾ തന്നെ ഖളാ വീട്ടാതെ നോമ്പ് പിന്തിച്ചാൽ പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം എനിക്കൊരു 10 നോമ്പ് നഷ്ടമായി. ഞാൻ ഈ വർഷത്തിൽ റമദാൻ ആകുമ്പോഴേക്കും ആ 10 നോമ്പ് ഞാൻ ഖളാ വീട്ടൽ നിർബന്ധമാണ്. അത് ഖളാ വീട്ടിയേ മതിയാവും. ആ 10 നോമ്പ് ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ഇനി എത്ര നോമ്പ് ബാക്കിയുണ്ടോ അതിൻ്റെ മുദ്ദും കൊടുക്കണം. ഈ റമദാനിന് വല്ല നോമ്പും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും ഖളാ വീട്ടണം. അത് ഖളാ, മറ്റേ നോമ്പ് ബാക്കിയുള്ളത് ഖളാ വീട്ടും വേണം. ഇനി അതിൻ്റെ ഇടയ്ക്കെങ്ങാനും ഞാൻ മരിച്ചു പോയാൽ എൻ്റെ അനന്തരാവകാശികൾ ഈ 2 നോമ്പിന് മുദ്ദ് കൊടുക്കണം. ആദ്യം അത് നോക്കണം. ആരാ നോക്കും? ഇനി അങ്ങനെ ജീവിതകാലത്ത് വാപ്പാര് നോമ്പെടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മുദ്ദും കൊടുത്തിട്ടില്ലെങ്കിൽ ആ മുദ്ദ് കൊടുക്കണം. എന്നാലേ ആ വാപ്പ നോമ്പ് ഖളായിൽ നിന്ന് മാറുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ. സുദീർഘമായൊരു വിഷയമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. സാധാരണ നിങ്ങൾ ഉസ്താദന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം അത് പഠിക്കണം. എന്താ വെച്ചാൽ, നമ്മൾ ആളുകൾ ചില എല്ലാം തേഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണ്.
പക്ഷെ ചില അറിവുകൾ നമ്മൾ പഠിച്ചേ മതിയാവും. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇബാദത്തിൻ്റെ കാര്യമാണ് കർമ്മശാസ്ത്രം. അത് നമ്മൾ പഠിച്ചേ മതിയാവും. നമ്മളെ ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ അത് വേണം. നിസ്കാരത്തെക്കുറിച്ച് പഠിക്കണം. അതുപോലെ തറാവി നിസ്കാരങ്ങൾ, മറ്റു ഇബാദത്തുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചേ മതിയാവുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധമായ റമദാൻ, അതിൻ്റെ ആ തുടക്കത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും റമദാനിൻ്റെ ആദ്യത്തെ രാവിൽ നോട്ടം കിട്ടിയാൽ നരകം അവനെ സ്പർശിക്കില്ലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ആ റമദാനിന്റെ ആദ്യ രാത്രി തന്നെ നിന്റെ കാരുണ്യം കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് റമദാനുകൾ കണ്ടുമുട്ടാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഒരുപാട് അമലുകൾ ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.